ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ ബാലചന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്, പോയിട്ട് ആ വടി എടുത്തിട്ട് വായോ, ചൂരലെടുത്തിട്ട് വായോ, 5 അടി നീളമുള്ള ചൂരൽ ഞാൻ പാമ്പിനെ കൊല്ലാനും എലീനെ കൊല്ലാനും ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയയിൽ, അത് കൊണ്ടുപോയോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ബാലചന്ദ്രൻ ആണെങ്കിൽ താഴത്തേക്ക് വരുന്നുണ്ട്, നമ്മുടെ വൈജയടുത്തേക്കും ബബിയടുത്തേക്കും വരുന്നുണ്ട്. അലീന ആ ചൂരലെടുത്തുകൊണ്ടും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജയ്ക്ക് ഇട്ടിട്ട് ബാലചന്ദ്രൻ നന്നായിട്ട് പറയുന്നുണ്ട്. ആ പറയുന്നത് കേട്ടോടുകൂടി നമ്മുടെ വൈജ വീട്ടിലേക്ക് പുറപ്പെട്ട് പോവുകയാണ്. എല്ലാം പെട്ടിയൊക്കെ എടുത്ത് വെക്കണ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ കാണിക്കണം, അമ്മ എങ്ങോട്ടാണ് പോണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു പട്ടിയുടെ വില പോലും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, എനിക്ക് എൻ്റെ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ശിവേട്ടനെയും ഫോൺ വിളിച്ചു. ശിവേട്ടനോട് പറയുന്നുണ്ട്, എനിക്ക് ഇനി ഇവിടെ ഒട്ടും നിൽക്കാൻ പറ്റില്ല ശിവേട്ട, ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് ഒന്നില്ലെങ്കിൽ ഈ വീട്ടിൽ അലീന അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരാളെ ഇവിടെ ഈ വീട്ടിൽ നിൽക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൾ പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെടുന്നുണ്ട്. ബബിത ആണെങ്കിൽ വൈജയോട് കുറേ പോണ്ട അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വൈജ അതൊന്നും കൂട്ടാക്കാതെ അവൾ വണ്ടിയിൽ കയറിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബബിത ബാലചന്ദ്രനോട് പോയിട്ട് പറയുന്നത്, എന്തിനാ അച്ഛൻ അങ്ങനെയൊക്കെ പെരുമാറണം, അമ്മോട് എന്താ അങ്ങനെ പെരുമാറണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ കുടുംബം കലക്കാൻ എൻ്റെ അമ്മയാണ് കാരണം, എൻ്റെ അമ്മ മാത്രമാണ് ഇതിനോ എല്ലാറ്റിനും കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവണില്ല. ആ സമയത്ത് ബബിത അലീനോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, നീ നിൻ്റെ അമ്മോട് ചോദിച്ചു നോക്ക്, നിൻ്റെ അമ്മ ചെയ്തതൊക്കെ ശരിയാണോ, നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിൻ്റെ അമ്മോട് ചോദിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട്. ബബിതയ്ക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി മാഡം വീട്ടിലേക്ക് പോയി, ഇനി മാഡം എപ്പോഴാണ് വരികയെന്ന് അറിയില്ല, മാഡം ഇനി ഞാൻ പോയതിന് ശേഷം മാത്രമേ വരുന്നുണ്ടാവുള്ളൂ, മാഡത്തിന് അത്രമാത്രം ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ വൈലിനോട് പറയുന്നുണ്ട്, എന്താ ഈ വൈജയ്ക്ക് പറ്റിയ, ഈ വൈജയുടെ സ്വഭാവത്തിന് എന്താ അങ്ങനെയൊക്കെ മാറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.